ഇസ്രായേൽ സേന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വിപുലമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചു. ജെനിൻ, തുൽക്രം, നാബ്ലൂസ്, ടുബാസ് എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുള്ള നടപടിയിൽ 9 പേരോളം മരിച്ചതായി പലസ്തീൻ ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേൽ സേന പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രമുഖ പലസ്തീൻ നഗരങ്ങളെയെല്ലാം ലക്ഷ്യമിട്ട് സൈനിക നീക്കം നടത്തുന്നത്. ജെനിൻ, തുൽക്രം എന്നിവിടങ്ങളിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങളാണ് പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഇസ്രായേലിനെതിരെ വെസ്റ്റ് ബാങ്കിൽ പുതിയ യുദ്ധമുന്നണി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ സൈനിക നീക്കം ഏറ്റുമുട്ടലുകളിൽ കലാശിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഏറ്റുമുട്ടലുണ്ടായി. ജെനിനിലെ ഒരു ആശുപത്രിയിൽ ഇസ്രായേൽ സേന പ്രവേശിച്ചു. നാബ്ലിസിലെ 2 അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് സൈനിക നടപടി. ടുബാസിൽ ഇസ്രായേൽ സേന നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. അതേസമയം 2023 ഒക്ടോബർ 7 തുടങ്ങിയ ആക്രമണത്തിൽ 10 മാസം പിന്നിടുമ്പോൾ ഗസയിൽ 40,476 പലസ്തീനുകളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും കൊല്ലപ്പെട്ടുവെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 93,647 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അടുത്തയാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഇതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായത്. ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്നാണ് അമേരിക്ക പറയുന്നത്.